ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ 1 ഗ്ലാസ് കൈമ റൈസാണ് ഇട്ട് കൊടുക്കണേ. കഴുകിയിട്ട് ഇനി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് ഫ്ലേവർ. നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പൊട്ടിക്കുക, ഒന്ന് ചൂടാവട്ടെ. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഉണ്ട്, അതിട്ട് കൊടുക്കാം കേട്ടോ. എരിവിനാണ് പച്ചമുളക് ഇടണേ. നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സിമ്മിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേവിച്ച അരിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയല്ല, ചോറ്. സിമ്മിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. കുരു പാടില്ല കേട്ടോ. നല്ല നെയ്യിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഗ്രീൻ പീസ് പച്ചയുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരാവിയിൽ കിടന്നിട്ട് ഈ ഗ്രീൻ പീസ് വേവ് കിട്ടുക. കാരണം പച്ച ഗ്രീൻ പീസായ കാരണം. മൂടി വയ്ക്കുക കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഗ്രീൻ പീസ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. കാരണം ഒന്ന് ജസ്റ്റ് ആവി കയറിയാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതിയിട്ട്, അല്ലെങ്കിൽ ചെയ്യണ്ട. അങ്ങനെ നമ്മുടെ മട്ടർ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദായിട്ടത് കഴിക്കാനായിട്ട്. എൻ്റെ മമ്മി ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരാറുണ്ടത്.